ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്ന് ദുഃഖമായ വാർത്ത പറയുന്നത്. ഇപ്പോൾ ഈ ലോകത്ത് എന്താണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു മകൻ ഒരു അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ഉള്ളതാണെങ്കിലോ സ്വന്തം പ്രസവിച്ച് 10 മാസം വയറ്റിൽ കൊണ്ടുനടന്ന് പ്രസവിച്ച് വളർത്തി 20 ഒരു മകൻ ആ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. തിരുവനന്തപുരം കല്ലൂരിൽ ഒരു അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ആ അമ്മ എങ്ങനെ കൊലപ്പെടുത്താൻ ആ മകന് തോന്നി? അപ്പം നമ്മുടെ നിയമത്തെ ഒരു പേടിയില്ലെന്ന രീതിയിൽ നമ്മൾ അറിയപ്പെടരുത്. ഉള്ളത് ആലോചിക്കുക. നിയമം മാറണം, കഠിനമായ ശിക്ഷകൾ വരണം, എന്നാലേ ഇതൊക്കെ മാറും. അല്ലെങ്കിൽ ഇതുപോലെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. 76 വയസ്സുള്ള വിജയകുമാരി അമ്മയാണ് മരിച്ചിരിക്കുന്നത്. ആ മകൻ എത്ര വയസ്സുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആരും അത് പ്രതികരിക്കാത്തത്? ഇവിടെ നിയമ നടപടികൾ നല്ലതുപോലെ വരണം, എന്നാലേ ഓരോരുത്തരും പഠിക്കും. അല്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടി വരും. ഓരോ വാർത്തകളിലൂടെ എല്ലാം കേൾക്കേണ്ടി വരും. തിരുവനന്തപുരത്ത് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ നമ്മുടെ അടുത്ത് എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ നിയമ നടപടികൾ, ശിക്ഷകൾ ഇനിയും കഠിനമുള്ള ശിക്ഷകളാവില്ലെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇനിയും ഇങ്ങനെ വിട്ടുകൊടുത്താൽ ഇപ്പോൾ ഓരോ കുട്ടികൾ മലയുടെ മുകളിൽ എടുത്ത് ചാടുന്നു, ലഹരിക്ക് അടിമയാകുന്നു. പിന്നെ അതേപോലെ പല കാര്യങ്ങളും ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊച്ചു കേരളത്തിൽ എന്താണ് പണ്ടത്തെ കേരളം എന്ന് വെച്ച് വലിയ നമുക്ക് അഭിമാനം കൊള്ളപ്പെടും. ഇപ്പോൾ എന്താണ് ഇവിടെ കളിക്കുന്നത്? 9ാം ക്ലാസ് പഠിക്കുന്ന 14 വയസ്സിൽ പെൺകുട്ടിയെ പ്രസവിക്കുന്നു. എന്താണ് ഇപ്പോൾ? അപ്പോൾ ഈ നിയമ നടപടികളോട് ആർക്കും ഒരു പേടിയില്ല. എന്തുവാവാം എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ വന്നിട്ടുണ്ട് ജനങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നല്ല ശിക്ഷ നമുക്ക് കൊണ്ടുവരണം. സൗദി പോലുള്ള നിയമങ്ങൾ കേരളത്തിൽ കൊണ്ടുവരണം. ഇതിനോട് യോജിക്കില്ലുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.